ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ ബാലരാമകഥ എന്ന പാഠ്യപുസ്തകത്തിലെ സീതാ കി ഖോജ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സമ്മറി നൽകിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മീനിങ്സും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. सीता की खोज. राम के मन में कई प्रकार के प्रश्न थे, आशंकाएं थीं. मारीच की माया उन्होंने देख ली थी. ഇപ്പോൾ ശ്രീരാമൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ തരത്തിലുള്ള ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കൂടെ തന്നെ ആശങ്കകളും. മാരീച്ച് കി മായ ഉൻഹോനെ ദേഖ് ലി തീ. കാരണം മാരീച്ചിൻ്റെ ആ മാജിക്കൽ, അതായത് മാരീച്ച് ഒരു മാനിൻ്റെ രൂപത്തിലോട്ടായിരുന്നു വന്നിരുന്നത്. അവിടെ ശ്രീരാമനെ അങ്ങനെ പറ്റിച്ചിട്ട് ഛൽസെ ഉനെ കുട്ടിയാസെ ദൂർലേ ആയാത്ത, അങ്ങനെ പറ്റിച്ച് ഇങ്ങനെ ശ്രീരാമനെ ആ പർണക്കുട്ടിയിൽ നിന്നും വളരെ അകലത്തിൽ, അതായത് വളരെ ദൂരെ എത്തിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം മാരീച്ച് തൻ്റെ പഴയ രൂപത്തിലോട്ട് വരുന്നതും ശ്രീരാമൻ കണ്ടു, അല്ലേ? അപ്പോൾ അബ് ക്യാ ഹോഗാ യഹി സോച്ച്തേ ഹുവേ വേ കുട്ടിയാക്കി ഓർ ഭാഗേ ചലേ ജാ രഹേ ഥേ. ഇനി എന്താകും എന്ന് പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ശ്രീരാമൻ പർണകുട്ടിയിലോട്ട് തിരിച്ച് മടങ്ങുകയായിരുന്നു. അതും ഓർ ഭാഗേ ചലേ ജാ രഹേ, എത്താൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ വാപ്പസി മേ ഏക് പൽ ഭി വിലംബ് നഹി കർണ ചാത്തേ ഥേ. തിരിച്ച് അവിടെ എത്തിച്ചേരുന്നതിൽ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ലേറ്റ് ആകാതെ അവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ശ്രീരാമൻ. ലക്ഷ്മൺ കോ വേ കുട്ടി പർ ഛോടായേ ഥേ സീതാ കി രഖ്വാലി കെ ലിയേ. ലക്ഷ്മണനെ ആ പർണക്കുട്ടിയിൽ അവിടെ നിർത്തിച്ചിട്ട്, അതായത് സീതയെ സംരക്ഷിക്കാനായിട്ട്, സീതാക്കി രഖ്വാലി കെ ലിയേ, അപ്പോൾ സീതയെ സംരക്ഷിക്കാനായിട്ട് ആണ് അവിടെ ലക്ഷ്മണനെ നിർത്തി ശ്രീരാമൻ അവിടെ നിന്നും ആ മാനിനെ തേടി ഇറങ്ങിയത്. अच्छा हो कि लक्ष्मण वही हो, मारीच की मायावी आवाज़ उन तक न पहुंची हो. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. രാംനെ സോച്ച അച്ഛാ ഹോ കി ലക്ഷ്മൺ വഹി ഹോ, അവിടെ തന്നെ നിന്നിരുന്നെങ്കിലോ ലക്ഷ്മണൻ നന്നായിരുന്നു. ആ ശബ്ദം കേട്ട്, അതായത് മാരീച്ച് ഒച്ചത്തിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഹാ സീതേ, ഹാ ലക്ഷ്മൺ എന്ന ഒച്ചത്തിൽ. അപ്പോൾ അവരെങ്ങാനും തെറ്റിദ്ധരിച്ച് കാണുമോ, ഞാനാണത് എന്ന് തെറ്റിദ്ധരിച്ച് കാണുമോ, ഞാൻ ആപത്തിൽ പെട്ടിരിക്കുകയാണെന്നെങ്ങാനും തെറ്റിദ്ധരിച്ചിരിക്കുമോ എന്നൊരു പേടിയായിരുന്നു ശ്രീരാമൻ്റെ മനസ്സിൽ. അപ്പോൾ മാരീച്ച് കി മായാവി ആവാസ് ഉൻ തക് ന പहुंची ഹോ, അതുകൊണ്ട് ആ മാരീച്ചിൻ്റെ ആ ശബ്ദം അവരുടെ ചെവിയിൽ എത്താതിരിക്കട്ടെ, എത്തിയിട്ടുണ്ടായില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലക്ഷ്മണൻ അവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റാംനെ സോച്ച സീത അക്കേലി രഹി തോ രാക്ഷസുനെ മാർ ഡാലെങ്കെ ഖാ ജായെങ്കെ. സീത എങ്ങാനും അവിടെ ഒറ്റയ്ക്ക് വിട്ട് ലക്ഷ്മണൻ ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് സീത അവിടെ ഒറ്റയ്ക്കാണെങ്കിൽ രാക്ഷസന്മാർ സീതയെ വധിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ സീതയെ കഴിക്കും, ഖാ ജായെങ്കെ. തഭി ഉन्होंने पगडंडी से लक्ष्मण को आते देखा, वही हुआ जिसका राम को डर था. അതേസമയം ആ പഗഡണ്ടി, അതായത് ഈ കാട്ടിലൂടെ ഞങ്ങൾ നടന്ന് നീങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു പാത, അതായത് ഇടവഴികൾ, ആ പഗഡണ്ടി സേ ലക്ഷ്മൺ കോ ആത്തേ ദേഖ, അവിടെ അതിലൂടെ ലക്ഷ്മൺ വരുന്നതായിട്ട് കണ്ടു. അദ്ദേഹം എന്താണോ പേടിച്ചിരുന്നത്, അതായത് അദ്ദേഹം എന്ത് ആലോചിച്ചിട്ടാണോ ഭയന്നിരുന്നത്, അതേ കാര്യം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അതായത് ലക്ഷ്മൺ സീതയെ വിട്ട് വന്നിരിക്കുകയാണ്. സീത അവിടെ ഒറ്റയ്ക്കാണ്. ലക്ഷ്മണൻ ശ്രീരാമൻ എന്തോ ആപത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അനിഷ്ട കി ആശങ്ക ഓർ ബഡ് ഗയി. അപ്പോൾ എന്തോ വേണ്ടാത്ത, അതായത് എന്തോ അനിഷ്ടമായിട്ടുള്ളത് എന്തോ നടക്കാൻ പോകുന്നു എന്ന കാര്യം, അല്ലേ? ആശങ്ക, ഒരു ഡൗട്ട് തോന്നാൻ തുടങ്ങി. ബഡ്ഗൈ ഓർ ബഡ്ഗൈ, ആ ഒരു ഭയം ഇനിയും കൂടുകയാണ് ചെയ്തത് ശ്രീരാമൻ്റെ. पता नहीं सीता किस हाल में होंगी, राक्षसों ने उन्हें मार डाला होगा, उठा ले गए होंगे. अकेली सीता दुष्ट राक्षसों के सामने क्या कर पाई होंगी. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പതാ നഹി സീത കിസ് ഹാൽ മേ ഹോഗി, സീത ഏത് സ്ഥിതിയിലായിരിക്കും ഇപ്പോൾ എന്നറിയത്തില്ല. രാക്ഷസന്മാർ സീതയെ വധിച്ചു കാണോ, മാർഡാല ഹോഗ, ഉഠാലേ ഗയേ ഹോങ്കെ, എടുത്തു കൊണ്ടുപോയി കാണും സീതയെ. അക്കേലി സീത ദുഷ്ട രാക്ഷസോം കെ സാമനെ ക്യാ കർ പായി ഹോങ്കി, ഒറ്റയ്ക്ക് സീതയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ രാക്ഷസന്മാരുടെ മുമ്പിൽ. കുട്ടി ഛോഡ്കർ ആനെ പർ വ ലക്ഷ്മൺ സെ ക്രുദ്ധ് ഥേ. പർണകുട്ടിയിൽ സീതയെ ഒറ്റയ്ക്ക് വിട്ട് വന്നതിന് ശ്രീരാമൻ ലക്ഷ്മണനോട് ദേഷ്യം തോന്നി, അതായത് ക്രുദ്ധത്തെ, അദ്ദേഹം ക്രോധിതനായിരുന്നു. ഉन्होंने क्रोध पर नियंत्रण रखा. അദ്ദേഹം ക്രോധം, അതായത് ആ ദേഷ്യം കൺട്രോൾ ചെയ്തു. ലക്ഷ്മൺ കാ ബായാ
हाथ जोर से पकड़ लिया। डर ने दोनों भाइयों को घेर लिया था. അപ്പോൾ ലക്ഷ്മണൻ്റെ ഇടത് കൈയെ മുറുക്കെ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് ആ സമയത്ത് രണ്ടുപേരുടെയും ആ ഭയം, മനസ്സിലുള്ള ഭയം, അതായത് സീതയ്ക്ക് എന്തെങ്കിലും ആയി കാണുമോ എന്നൊരു ഭയം, ഡർനെ ദോനോ ഭായിയോं को घेर लिया, ആ ഭയം കൊണ്ട് അവർ ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. അതായത് അത്രയ്ക്ക് ഭയപ്പെട്ടിരിക്കുകയായിരുന്നു രണ്ടുപേരും. देवी सीता ने मुझे विवश कर दिया भ्राते, उनके कटु वचन में सहन नहीं कर सका, कटाक्ष और उलाहना नहीं सुन सका. मैं जानता था कि आप सकुशल होंगे, आपकी सुरक्षा को लेकर मन में कोई संदेह नहीं था, तब भी मुझे कुटिया छोड़ कर आना पड़ा. ലക്ഷ്മൺ ने कहा. അപ്പോൾ ലക്ഷ്മണൻ തൻ്റെ ഭ്രാത, അതായത് തൻ്റെ ജ്യേഷ്ഠനോട് പറയുകയാണ്, സീതാദേവി എന്നെ വിവശനാക്കി, ശ്രീരാമനെ തേടി, താങ്കളെ തേടി ഇറങ്ങാനായിട്ട് എന്നെ വിവശനാക്കി, അതായത് എന്നെ നിർബന്ധിച്ചു. ദേവി सीता ने मुझे विवश कर दिया भ्राते, उनके കടുവചൻ, അതായത് ആ സീതയുടെ ആ വചനങ്ങൾ, കടുവായിട്ടുള്ള വചനങ്ങൾ, അതായത് മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ആ വചനങ്ങൾ എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല. സഹൻ നഹി കർ സക. കടാക്ഷ് ഓർ ഉലാഹന, കടാക്ഷ് ഓർ ഉലാഹന, അതായത് ആ കുത്തുവാക്കുകൾ, അല്ലേ, ആ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളും, ഉലാഹന അതായത് എന്തെങ്കിലും അനിഷ്ടമായിട്ടുള്ള കാര്യം നടക്കാൻ പോകുന്നതെന്ന് കേട്ടിട്ടുള്ള ആ എന്താണ് സംസാര രീതി, ഉലാഹന നഹി സുൻ സക. मैं जानता था कि आप സകുശൽ होंगे, എനിക്കറിയാമായിരുന്നു താങ്കൾക്ക് ഒരു ആപത്തും സംഭവിച്ച് കാണില്ല, താങ്കൾ എന്താണ് ഒരു ആപത്തുമില്ലാതെ സുരക്ഷിതനായിരിക്കും എന്ന് എനിക്കറിയാമായിരുന്നു, സുഖമായിട്ടുണ്ടാവും എന്നറിയാമായിരുന്നു. സകുശൽ होंगे, आपकी സുരക്ഷാ को लेकर मन में कोई संदेह नहीं था, താങ്കളുടെ സുരക്ഷയെപ്പറ്റി എനിക്ക് ഒരു സംശയവും ഇല്ലായിരുന്നു. തബ് ഭി മുझे കുട്ടിയാ छोड़कर आना पड़ा, എന്നിട്ടും എനിക്ക് ആ പർണകുടി വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വന്നു. കാരണം സീതാദേവി എന്നെ വിവശനാക്കി താങ്കളെ തേടി ഇറങ്ങാനായിട്ട്. लक्ष्मण ने कहा, यह तुमने अच्छा नहीं किया, तुम्हें मेरी आज्ञा का उल्लंघन नहीं करना चाहिए था. अब जल्दी चलो, मेरा मन चिंतित है, सीता न जाने किस हाल में होगी, कैसी होंगी, मायावी राक्षसों का कोई ठिकाना नहीं. राम ने चलने की गति और बढ़ा दी. അപ്പോൾ ശ്രീരാമൻ നടക്കുന്ന ആ സ്പീഡ് ഇനിയും കൂട്ടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, നീ ചെയ്തത് ശരിയായില്ല. തുമ്നെ അച്ഛാ നഹി കിയ, ശരിയല്ല നീ ചെയ്തത്. തുമ്മെ മേരി ആജ്ഞ കാ ഉല്ലംഘൻ നഹി കർണ ചാഹിയത, എൻ്റെ ആജ്ഞ നീ എന്തുകൊണ്ട് എതിർത്തു, അതായത് ആജ്ഞ എന്തുകൊണ്ട് പാലിച്ചില്ല, എൻ്റെ ആജ്ഞ എന്തുകൊണ്ട് പാലിച്ചില്ല, അതിനെ ലംഘിച്ചത് എന്തുകൊണ്ട്. അബ് ജൽദി ചലോ, ഇനി വേഗം പോവുക. മേരാ മൻ ചിന്തിത് ഹൈ, ഞാൻ വളരെയധികം ചിന്തിതനാണ് സീതയെപ്പറ്റി. സീത ന ജാനെ കിസ് ഹാൽ മേ ഹോങ്കി, സീത ഏത് സ്ഥിതിയിലായിരിക്കും ഇപ്പോൾ, കാസി ഹോങ്കി, എങ്ങനെയായിരിക്കും ഇപ്പോൾ സീതയുടെ സ്ഥിതി. മായാവി രാക്ഷസന്മാർ എന്താണ്, അവരെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ഠിക്കാന നഹി, റാം നെ ചലനെ കി ഗതി ഓർ ബടാ ദിയ. അങ്ങനെ പറഞ്ഞുകൊണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ട്, ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതായത് വേഗത്തിൽ നടന്നു തുടങ്ങി ശ്രീരാമൻ, അവിടെ വേഗം എത്തിച്ചേരുന്നതിന് വേണ്ടി. कुटिया अभी कुछ दूर थी पर दिखाई पड़ने लगी थी. राम ने वहीं से पुकारा, सीते तुम कहाँ हो. അപ്പോൾ പർണക്കുട്ടി കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ശ്രീരാമൻ അപ്പം തന്നെ അവിടെ നിന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി, സീത നീ എവിടെയാണുള്ളത്. പുക്കാറ, ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു വിളിക്കുകയാണ് സീതയെ. സീതേ തും കഹാ ഹോ, സീതേ നീ എവിടെയാണ് എന്നിങ്ങനെ ഒച്ചത്തിൽ വിളിക്കുകയാണ്. ജैसे कि उन्हें पता चल गया हो कि सीता आश्रम में नहीं है, ആ രീതിയിലായിരുന്നു ശ്രീരാമൻ വിളിച്ചത്. അതായത് സീതയെ നീ എവിടെയാണ്, എന്തോ ശ്രീരാമന് അറിയാമായിരുന്നു എന്ന പോലെ, അതായത് സീത പർണകുടിയിൽ ഇല്ല എന്ന കാര്യം ശ്രീരാമന് ആദ്യമേ അറിയാമായിരുന്നു എന്ന പ്രകാരമാണ് അദ്ദേഹം ഒച്ചത്തിൽ വിളിച്ചത്. അതായത് സീതയെ തും കഹാ ഹോ, നീ എവിടെയാണ് എന്ന്. सीता आश्रम में नहीं है, जैसे कि उन्हें पता चल गया हो कि सीता आश्रम में नहीं है. कुटिया मौन रही, वहाँ से कोई उत्तर नहीं मिला. राम की बेचैनी बढ़ गई. അപ്പോൾ കുട്ടിയ മൗൻ रही, ആ പർണകുട്ടിയിൽ നിശബ്ദതയായിരുന്നു.
അവിടെ നിന്ന് ഒരു ഉത്തരവും ലഭിച്ചില്ല, ഒരു ആൻസറും അവിടെ നിന്ന് ലഭിച്ചില്ല. സീത അവിടെ ഇല്ലായിരുന്നു. റാം കി ബേച്ചൈനി ബഡ് ഗയി. അപ്പോൾ ശ്രീരാമൻ്റെ ആ എന്താണ് ബേച്ചൈനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടെൻഷൻ എടുക്കുക അല്ലെ, ആദ്യ വരിക മനസ്സിൽ. അപ്പോൾ ബേച്ചൈനി ഓർ ബഡ് ഗയി, ഇനിയും കൂടുകയാണ് ചെയ്തത്. ഉൻകി एक आवाज़ पर कहीं से भी उपस्थित हो जाने वाली सीता वहाँ नहीं थी. अनुपस्थिति बोलती कैसे? അപ്പോൾ ഏക ആവാസ് पर ഒരു ശബ്ദം കേട്ടാൽ മതി ശ്രീരാമൻ്റെ, അപ്പോൾ തന്നെ അവിടെ ചേരുമായിരുന്നു സീത എപ്പോഴും. അതായത് ഉപസ്ഥിത് ഹോത്തി, അതായത് അവിടെ സാന്നിധ്യം എപ്പോഴും സീതയുടെ ഉണ്ടാകും. പക്ഷേ ഇപ്പോഴാണെങ്കിലോ ജാനേവാലി സീത വഹാ നഹി തി, അവിടെ ഇല്ലായിരുന്നു. അനുപസ്ഥിതി ബോൽത്തി കാസെ, അപ്പോൾ അനുപസ്ഥിതി എന്ന് പറഞ്ഞാൽ സാന്നിധ്യം ഇല്ലായ്മ, അതായത് അവിടെ ഇല്ലായിരുന്നു സീത അല്ലേ, അവിടെ പ്രസൻറ്റ് അല്ലായിരുന്നു. അനുപസ്ഥിതി ബോൽത്തി കാസെ, അഭാവം, സീതയുടെ അഭാവം അവിടെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. രാം കി ആവാസ് പേടോം സെ टकराकर हवा में विलीन हो गई, कुटिया के शून्य में समा गई. അപ്പോൾ ശ്രീരാമൻ്റെ ആ ശബ്ദം, അതായത് സീതേ തും കഹാ ഹോ എന്ന ആ ശബ്ദം പേടോം സെ ടക്രാക്കർ, ആ മരങ്ങളിലിങ്ങനെ തട്ടി കാറ്റിലിങ്ങനെ വിലീനമായി പോവുകയായിരുന്നു. കുട്ടിയാക്കി ശൂന്യമേ സമാ ഗയി, ആ ശൂന്യതയിലിങ്ങനെ അലിഞ്ഞ് ചേരുകയായിരുന്നു ആ ശബ്ദം. राम पुकारते रहे, उत्तर में उन्हें हर बार सन्नाटा ही मिला. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഓരോ ഉത്തരത്തിലും ഓരോ ഇങ്ങനെ വിളിയിലും ആ ഉത്തരം എന്തായിരുന്നു? വെറും നിശബ്ദത മാത്രമായിരുന്നു ലഭിച്ചത്. चुप्पी हर ओर थी, हर दिन हवा में झूलने वाले पत्ते शांत थे, लताएं गुमसुम पड़ी हुई थीं, चिड़ियों की चहक लुप्त थी, कुटिया के निकट घूमने वाली पशु पक्षी चुप खड़े थे, सब स्तब्ध. അപ്പോൾ ചുപ്പി ഹർ ഓർത്തിയ മുഴുവൻ 4 ദിശയിലും എന്ന് തന്നെ പറയാം, മുഴുവൻ സ്ഥലത്തും നിശബ്ദത നിറഞ്ഞിരിക്കുകയായിരുന്നു. ഹർ ദിൻ ഹവാമേ ഝൂൽനെ വാലി പത്തേ ശാന്തേ, എല്ലാ ദിവസവും ഇങ്ങനെ കാറ്റിൽ ഉലഞ്ഞാടിയിരുന്ന ആ ഇലകൾ ശാന്തരായിരുന്നു ആ സമയത്ത്. ലതകൾ, അതായത് ചെടികൾ അല്ലേ, ലതായും ഗുംസും പടി ഹുയിത്തി, ഇങ്ങനെ വിഷാദത്തിൽ, അതായത് ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എല്ലാ ലതകളും. ചിടിയോം കി ചെഹക് ലുപ്ത് തി, ആ പക്ഷികളുടെ ആ ശബ്ദങ്ങളെല്ലാം നിശബ്ദമായി, അവിടെ ഒരു ശബ്ദവും ഇല്ലായിരുന്നു, നിന്നുപോയി. കുട്ടിയാക്കി നിക്കട്ട് ഘൂംനെ വാലി പശു പക്ഷി ചുപ് ഖടേ തെ, ആ പർണകുട്ടിയുടെ ചുറ്റും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ആ പശു പക്ഷികളെല്ലാം എന്താണ്? ചുപ് ഖടേ തെ, അവരെല്ലാവരും നിശബ്ദരായി നിൽക്കുകയായിരുന്നു. സബ് സ്തബ്ദ, എല്ലാവരും ഒരു ചലനവുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. राम भागते हुए आश्रम पहुँचे, कुटिया में जाकर देखा, सीते सीते पुकारते हुए उन्होंने आसपास की हर जगह देखी. അപ്പോൾ ശ്രീരാമൻ ഓടിച്ചെന്ന ആശ്രമത്തിൽ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ആ പർണകുട്ടിയിൽ അകത്തോട്ട് കയറി നോക്കുകയും ചെയ്തു. എന്നിട്ട് സീതേ സീതേ എന്ന ഒച്ചത്തിൽ വിളിക്കുകയും ചെയ്തു. ഉൻഹുനെ ആസ്പാസ് കി ഹർ ജഗ ദേഖി, അങ്ങനെ വിളിച്ചുകൊണ്ട് ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളും നോക്കി. पेड़ों झाड़ियों के पीछे गए, उन स्थानों की ओर भागे जहाँ सीता जा सकती थी. सीता का कहीं पता न था. അപ്പോൾ പേടോം ഝാടിയോം കെ പീച്ചെ ഗയേ, അപ്പോൾ ആ വൃക്ഷങ്ങളുടെയും ആ കുറ്റിച്ചെടികളുടെയും പിറകിലൊക്കെ പോയി നോക്കി. ആസ്പാസ്, ആ ചുറ്റുവട്ടമെല്ലാം കെ പീച്ചെ ഗയേ, ഉൻ സ്ഥാനോം കി ഓർ ഭാഗേ ജഹാ സീത ജാ സക്തി തി, എവിടെയൊക്കെയോ സീത പോകാൻ സാധ്യതയുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ ശ്രീരാമൻ പോയി നോക്കി. सीता का कहीं पता न था. शोक से व्याकुल राम रोने लगे. सीता से बिछुड़ना उनके लिए असहनीय आघात था. वे सुध बुध भुला बैठे. അതായത് ഓരോ സ്ഥലങ്ങളിലും പോയി നോക്കി, അവിടെ എവിടെയും സീതയെ കാണാൻ സാധിച്ചില്ല. അതായത് സീത എവിടെയും കണ്ടു കിട്ടിയില്ല. ഷോക് സെ വ്യാകുൽ റാം റോനി ലഗെ, അപ്പോൾ ആ വിഷമം കൊണ്ട് വ്യാകുലനായിട്ടുള്ള അദ്ദേഹം, അതായത് അസ്വസ്ഥനായിരുന്നു ശ്രീരാമൻ, അദ്ദേഹം കരയാൻ തുടങ്ങി. സീത സെ ബിച്ചുഡ്ന ഉൻകെ ലിയെ അസഹനീയ ആഘാത്ത, അദ്ദേഹത്തിന് സീതയുടെ ആ വിരഹ ദുഃഖം അത് അസഹനീയമായിരുന്നു, സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു, അത് ഒരു ആഘാതമായിരുന്നു, അദ്ദേഹത്തിന് വളരെയധികം അത് വേദനിപ്പിച്ചിരുന്നു. വെസുദ് ബുദ്ധ് ഭുലാ ബേഠെ, അദ്ദേഹത്തിന് പരിസ്ഥിതി ബോധം പോലും, അതായത് അദ്ദേഹത്തിന്
ബോധമില്ലായ്മ, അതായത് എന്താണ് നടക്കുന്നത് എന്ന് പോലും ഉള്ള ഒരു ബോധം ആ സമയത്ത് നഷ്ടപ്പെടുകയായിരുന്നു. ഭുലാ ബേട്ടെ, എല്ലാ കാര്യങ്ങളും അദ്ദേഹം മറന്നു. സീതയെ മാത്രം അദ്ദേഹം ഓർത്തുകൊണ്ടിരുന്നു. ആ വിരഹവേദനയിൽ അദ്ദേഹം അസഹനീയമായ വിരഹവേദനയിൽ ഇങ്ങനെ ദുഃഖിതനായിട്ട് ഇരിക്കുകയായിരുന്നു. सीता से बिछुड़ना उनके लिए असहनीय आघात था, वे सुध बुध भुला बैठे. അപ്പോൾ സീതസെ ബിച്ചുഡ്ന, ആ വിരഹവേദന അദ്ദേഹത്തിന് അസഹനീയ ആഘാത്, അതായത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു ആഘാതം എന്ന് പറഞ്ഞാൽ ഒരു ഷോക്ക് ആയിരുന്നു. വെസുദ്ബുദ് ഭുലാ ബേട്ടെ, അദ്ദേഹത്തിന് എന്താണ് ഈ പരിസ്ഥിതി, അതായത് ചുറ്റുവട്ടം എന്താണ് നടക്കുന്നത് എന്ന ആ ബോധം പോലും നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം മറക്കുകയാണ് എല്ലാം ആ വിരഹവേദനയിൽ. വേ സുദ്ബുദ് ഭുലാ ബേട്ടെ. വിരഹമേ वे गोदावरी नदी के पास गए. उससे पूछा, तुमने सीता को कहीं देखा है? नदी ने कोई उत्तर नहीं दिया. वे पंचवटी के एक एक वृक्ष के पास गए. सबसे पूछा, कोई सीता का पता बता दे. അപ്പോൾ ആ വിരഹ ദുഃഖത്തിൽ അദ്ദേഹം ഗോദാവരി നദിയിലെത്തുകയും അവിടെ ഗോദാവരി നദിയോട് ചോദിക്കുകയാണ്, തുമ്നെ സീതാക്കോ കഹി ദേഖാ ഹെ, നീ സീതയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നദീനെ കോയി ഉത്തർ നഹി ദിയ. അപ്പം നദി ഒരു ഉത്തരവും നൽകിയില്ല. പഞ്ചവട്ടിയിലുള്ള ഓരോ വൃക്ഷങ്ങളുടെ അടുത്തും പോയി ശ്രീരാമൻ ഇങ്ങനെ ചോദിച്ചു, സീതയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സബ്സെ പൂച്ച കോയി സീതാ കാ പത്താ ബത്താതെ, ആരെങ്കിലും ഒന്ന് സീതയെ കണ്ടിട്ടുണ്ടോ? സീത എവിടെയാണ് പോയിരിക്കുന്നത്, എവിടെയാണുള്ളത് എന്ന് പറയൂ എന്നാണ് ശ്രീരാമൻ എല്ലാവരോടും ചോദിച്ചത്. ഹാത്തി കെ പാസ് ഗയേ, ഷേർ സെ പൂച്ച. അപ്പോൾ ആനയുടെ അടുത്ത് പോയി, പിന്നെ സിംഹത്തിൻ്റെ അടുത്ത് പോയി, എല്ലാവരോടും ആ വൃക്ഷലതാദികൾ പശുപക്ഷികൾ എല്ലാവരുടെ അടുത്ത് പോയിട്ട് ശ്രീരാമൻ സീതയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് അറിയുകയാണ്. ഫൂലോं के पास रुके चट्टानों पत्थरों से प्रश्न किया, शोक संतप्त राम भुला गए कि चट्टानें नहीं बोलती. पेड़ पौधे बात नहीं करते, उनकी भाषा मौन है, उनके उत्तर भी मौन ही होंगे. അപ്പോൾ പൂക്കളുടെ അടുത്ത് നിന്നു, അവരോട് ചോദിച്ചു. പിന്നെ ഈ പാറകളും കല്ലുകളും എല്ലാവരോടും ഇങ്ങനെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് നടന്നു. ഷോക് സന്തപ്ത് രാം, ഷോക് അതായത് ആ വിഷമത്തിൽ മുഴുകിയിരിക്കുന്ന ശ്രീരാമൻ. ഭൂൽ ഗയേ കി ചട്ടാനെ നഹി ബോൽത്തി, ആ സമയത്ത് അദ്ദേഹം മറന്നുപോയി, ആ ശോകത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം മറന്നുപോയി പാറകൾക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല, ഈ വൃക്ഷലതാദികൾ സംസാരിക്കത്തില്ല, അവരുടെ ഭാഷ മൗനമാണ്. ഉൻകെ ഉത്തർ ഭി മൗന ഹി ഹോങ്കി, അപ്പോൾ അവരുടെ ഉത്തരവും മൗനമായിരിക്കും എന്ന കാര്യം ശ്രീരാമൻ മറന്നുപോയിരിക്കുന്നു. അദ്ദേഹം ആ വിരഹവേദനയിൽ ഷോക് സംതപ്ത രാമ, അതായത് ആ ശോകത്തിൽ മുഴുകിയിരിക്കുന്ന ശ്രീരാമൻ അത് മറന്നിരിക്കുന്നു. ഇവർ ചട്ടാനയും പിന്നെ പേട് പൗധേ അവരുടെ ഭാഷ മൗനമാണെന്നും അവരുടെ ഉത്തരവും മൗനമായിരിക്കും എന്നത്. राम की मानसिक स्थिति विक्षिप्त जैसी थी. एक बार उन्हें लगा कि सीता वहीं है, कुटिया के पास. अभी भाग कर पेड़ के पीछे छिप गई है उन्हें खिजाने के लिए. അപ്പോൾ ശ്രീരാമൻ്റെ മനസ്സിലെ മാനസിക സ്ഥിതി ആ സമയത്ത് അസ്വസ്ഥനായിരുന്നു അദ്ദേഹം. एक बार उन्हें लगा कि सीता वहीं है, അദ്ദേഹത്തിന് തോന്നുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സീത അവിടെ ഉണ്ട് എന്നത്. ആ കുടീരത്തിൻ്റെ, അതായത് പർണകുട്ടിയുടെ അടുത്ത് തന്നെ സീത അവിടെ ഉണ്ട്. ഇപ്പോൾ അഭി ഭാഗർ പേട് കെ പീछे छिप गई, ഇപ്പോൾ ഓടി ആ മരത്തിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുകയാണ്, എന്നെ പറ്റിക്കാനായിരുന്നു. ഉന്നെ ഖിജാനെ കിലി, എന്നെ പറ്റിക്കാനായിട്ട് ഒളിച്ചിരിക്കുകയാണ് ആ മരത്തിൻ്റെ പിറകിൽ എന്നൊക്കെ ശ്രീരാമന് തോന്നാൻ തുടങ്ങി. മാനസിക സ്ഥിതി വിക്ഷിപ്തത്തി, അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയായിരുന്നു, സീത ഇവിടെ തന്നെയുണ്ട്, ആ പർണകുടിയുടെ അടുത്ത് ആ മരത്തിൻ്റെ പിറകിൽ ഒളിച്ചു നിന്ന് എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. मेरे साथ परिहास मत करो सीते, राम उस पेड़ के ओर दौड़ पड़े. वहाँ कोई नहीं था. वे निराश होकर पेड़ के नीचे बैठ गए. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ പറയുകയാണ്, ആ മരത്തിൻ്റെ പിറകിൽ ഒളിച്ചതിരിക്കുകയാണ് സീത എന്ന് വിചാരിച്ച് സീതയോട് പറയുന്നത് പോലെ പറയുകയാണ്. മേരെ സാത്ത് പരിഹാസ് മത് കറോ, എന്നെ പരിഹസിക്കല്ലേ സീതയെ, എന്നെ കളിപ്പിക്കല്ലേ സീതയെ എന്ന് പറയുകയാണ്. രാം ഉസ് പേട് കി ഓർ ദൗഡ് പടേ എന്ന് പറഞ്ഞുകൊണ്ട് സീതയെ കാണാനായിട്ട് ശ്രീരാമൻ അവിടെ ഓടിയെത്തുകയാണ് ആ മരത്തിൻ്റെ അടുത്ത്. വഹാ കോയി നഹി താ, അവിടെ ആരുമില്ലായിരുന്നു. നിരാശനായിട്ട് അദ്ദേഹം ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്.
राम का दुख लक्ष्मण से देखा नहीं जा रहा था, उनका व्यवहार सहन नहीं हो रहा था। वे राम के निकट गए, विलाप करते राम ने कहा, मैं सीता के बिना नहीं रह सकता, तुम अयोध्या लौट जाओ लक्ष्मण। मैं वहाँ नहीं जाऊँगा, यहीं प्राण दे दूँगा। मैं सीता के साथ आया था, उसके बिना कैसे लौटूंगा? नगरवासियों को क्या मुंह दिखाऊंगा? तुम जाओ, मुझे यहीं छोड़ दो. അപ്പോൾ ശ്രീരാമൻ്റെ ആ ദുഃഖം ലക്ഷ്മണന് കാണാൻ സാധിക്കുന്നില്ല. അതായത് അദ്ദേഹത്തിന് അത് കാണാനുള്ള ശേഷി ഇല്ലായിരുന്നു. ദേഖാൻ നഹി ജാ രഹാ താ. ഉൻകാ വ്യവഹാർ സഹൻ നഹി ഹോ രഹാ താ. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ശ്രീരാമൻ്റെ ആ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ആ വ്യവഹാരം, അതായത് അദ്ദേഹം ആ പെരുമാറുന്നത്. വേ രാം കെ നിക്കട്ട് ഗയേ, ശ്രീരാമൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോയി. വിലാപ് കർത്തെ രാമനെ കഹ, വിഷമിച്ചിരിക്കുന്ന ആ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഞാൻ സീതയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. തും അയോധ്യ ലോട്ട് ജാओ, നീ അയോധ്യയിലോട്ട് തിരിച്ചു പോവുക ലക്ഷ്മണ. മേ വഹാ നഹി ജാവുക, എനിക്ക് അവിടെ പോകണ്ട, അയോധ്യയിലോട്ട് തിരിച്ച് മടങ്ങണ്ട. യഹി പ്രാൺ ദേ ദൂങ്ക, ഞാൻ ഇവിടെ തന്നെ എൻ്റെ പ്രാണൻ ത്യജിക്കും. മേ സീതാക്ക് സാത്ത് ആയാ താ, ഉസ്കെ ബിനാ കാസേ ലോട്ടൂങ്ക, ഞാൻ സീതയുടെ കൂടെയാണ് വനവാസത്തിൽ ഇറങ്ങിയത്. അപ്പോൾ സീത ഇല്ലാതെ ഞാൻ എങ്ങനെ തിരിച്ച് മടങ്ങും? നഗരവാസിയോക്ക് ക്യാ മുഖ് ദിഖാവുങ്ക, നഗരവാസികളെ ഞാൻ എങ്ങനെ എൻ്റെ മുഖം കാണിക്കും? തും ജാओ മുझे യഹി छोड़ दो, നീ പോവുക, എന്നെ ഇവിടെ തന്നെ വിട്ടിട്ട് നീ പോവുക. आप आदर्श पुरुष हैं, आपको धैर्य रखना चाहिए, इस तरह दुख से कातर नहीं होना चाहिए. हम मिलकर सीता की खोज करेंगे, वे जहाँ भी होंगी हम उन्हें ढूंढ निकालेंगे. അപ്പോൾ ആശ്വസിപ്പിക്കുകയാണ് ലക്ഷ്മണൻ ശ്രീരാമനെ. ആപ്പ് ആദർശ് പുരുഷ് हैं, താങ്കൾ ഒരു ആദർശ പുരുഷനാണ്. ആപ്കോ ധൈര്യ രഖ്നാ ചാഹിയെ, താങ്കൾ ധൈര്യം സംഭരിക്കണം, ധൈര്യം വിടരുത്. ഇസ് തര ദുഃഖ് സെ കാത്തർ നഹി ഹോനാ ചാഹിയെ, ഇങ്ങനെ ദുഃഖത്തിൽ ഇങ്ങനെ മുഴുകരുത്. അതായത് ദുഃഖം കൊണ്ട് ഇങ്ങനെ എന്താണ്, ആ ധൈര്യം ഇല്ലാതാകരുത് താങ്കളുടെ. അതായത് ധൈര്യം സംഭരിക്കുക, ദുഃഖിതനാകാതിരിക്കുക. ഹം മിൽക്കർ സീതാക്കി ഖോജ് കരെങ്കി, ഞങ്ങൾ ഒരുമിച്ച് സീതയെ തേടി ഇറങ്ങാം. വേ ജഹാം ബി ഹോങ്കി ഹം ഉനെ ഢൂണ്ട് നിക്കാലെങ്കി, സീത എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് സീതയെ തേടി കണ്ടുപിടിക്കാം. ഢൂണ്ട് നിക്കാലെങ്കി, കണ്ടുപിടിക്കാൻ സാധിക്കും. സീത ഹമാരി പ്രതീക്ഷ കർ രഹി ഹോങ്കി, അപ്പോൾ സീത ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. ലക്ഷ്മണനെ ഉന്നെ ഢാഡസ് ബന്ധാത്തെ ഹുവേ കഹ, ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു, സീത ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എന്ന് ഇങ്ങനെ ധൈര്യം പകർന്നു നൽകി പറയുകയാണ് ലക്ഷ്മണൻ. राम शांत हुए, पर थोड़ी ही देर में ഹാ പ്രിയേ कहते हुए പുനഃ വിലാപ് करने लगे. കുറച്ച് സമയത്തേക്ക് ശ്രീരാമൻ ശാന്തനായി ആണെങ്കിൽ പോലും, കുറച്ച് സമയം ശാന്തനായി എങ്കിൽ പോലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും അദ്ദേഹം ആ വിഷമം അദ്ദേഹത്തിന് വീണ്ടും തേടി വന്നു. അതായത് ഹാ പ്രിയേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും വിഷമിതനാകാൻ തുടങ്ങി. इसी बीच आश्रम के आसपास भटकने वाले हिरणों का एक झुंड राम लक्ष्मण के निकट आ गया. അതേ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ആശ്രമത്തിൻ്റെ ആ ചുറ്റുവട്ടം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്ന ആ മാനുകൾ, അതായത് ആ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മാനുകൾ അവിടെ എത്തിച്ചേരുകയാണ്. ഝുണ്ട് ഒരു കൂട്ടത്തോടെ ശ്രീരാമ ലക്ഷ്മണൻ്റെ അടുത്ത് എത്തിച്ചേരുകയാണ്. നിക്കട്ടാകുക, അവരുടെ അടുത്തെത്തുകയാണ്. രാംകോ ലഗാ കി ഹിരൺ സീത കെ ബാരെ മേ ജാൻതേ ഹെ, ശ്രീരാമന് തോന്നി ആ മാനുകൾക്ക് സീതയെപ്പറ്റി അറിയാം. ശ്രീരാമന് അങ്ങനെ മനസ്സിൽ തോന്നി. ഉനെ കുച്ച് ബതാനാ ചാത്തേ ഹെ, അദ്ദേഹത്തിനോട് എന്തോ അവർക്ക് പറയാനുണ്ട് എന്നതുപോലെ ശ്രീരാമന് തോന്നി. ഹേ മൃഗ് തുമി ബതാവോ സീത കഹാ ഹെ, രാമനെ പൂച്ച. ഹേ മൃഗ് അല്ല മാൻ, നിങ്ങൾ ഒന്ന് പറയുക സീതയെ എവിടെയാണ് എന്നുള്ളത്. രാമനെ പൂച്ച. ഹിരണോനെ സിർ ഉഠാക്കർ ആസ്മാൻ കി ഓർ ദേഖ, അവർ തല ഇങ്ങനെ ഉയർത്തി ആകാശത്തിലോട്ട് നോക്കി. ഓർ ദക്ഷിൺ ദിശാക്കി ഓർ ഭാഗ്, എന്നിട്ട് തെക്ക് ദിശയിലോട്ട് ഓടി നീങ്ങി. രാംനെ സങ്കേത് സമജ് ലിയ, അദ്ദേഹം ആ എന്താണ് സങ്കേത്, അതായത് ആ സൂചന അദ്ദേഹത്തിന് മനസ്സിലായി. ഹമേ സീത കി ഖോജ് ദക്ഷിൺ ദിശാ മേ ഹി കർണി ചാഹിയെ. ഉൻഹോനെ ലക്ഷ്മൺ സെ കഹാ ഹിരൺ ഉസി ഓർ ഗയേ ഹെ.
അപ്പോൾ ശ്രീരാമൻ ഉടനെ ലക്ഷ്മണനോട് പറഞ്ഞു, ആ മാനുകൾ ദക്ഷിൺ ദിശയിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ സീതയെ ഞങ്ങൾക്ക് ആ ദക്ഷിൺ ദിശയിലോട്ട് തന്നെ പോയിട്ടാണ് നോക്കേണ്ടത്. അതായത് സീത ആ ദിശയിലോട്ടാണ് പോയിരിക്കുന്നത്. ദക്ഷിൺ ദിശാമേ ഹി കർണി ചാഹിയെ ഉൻഹോനെ ലക്ഷ്മൺ സെ കഹാ ഹിരൺ ഉസി ഓർ ഗയേ ഹൈ. അപ്പോൾ ആ മാനുകൾ ആ തെക്ക് ദിശയിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ സീതയെ ഞങ്ങൾക്ക് തേടി ആ ദിശയിലോട്ട് പോകാം. वन में भटकते हुए उन्होंने एक टूटे हुए रथ के टुकड़े देखे. അദ്ദേഹം ആ വനത്തിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടന്നു പോയി മുമ്പോട്ട് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സീതയെ തേടി. ആ സമയത്ത് രഥത്തിൻ്റെ കഷ്ണങ്ങൾ കണ്ടു. അതായത് രഥത്തിൻ്റെ ഒടിഞ്ഞു വീണ ആ കഷ്ണങ്ങൾ കണ്ടപ്പോൾ അതും കണ്ടു. പിന്നെന്താണ്, മറാഹുവ സാരഥി ഓർ മൃത് ഘോഡേ ബി തേ. ഒരു സാരഥിയുടെയും പിന്നെ ഒരു കുതിരകളുടെ മൃതദേഹവും അദ്ദേഹം കാണാനിടയായി. വൻ में रथ का क्या प्रयोजन, उसके टूटने का क्या अर्थ, राम असमंजस में पड़ गए. ഈ വനത്തിൽ രഥത്തിൻ്റെ എന്താണ് ആവശ്യം, എന്താണ് ഉപയോഗം, ഉസ്കെ ടൂട്ട്നെ കാ ക്യാ അർത്ഥ, അത് പൊട്ടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്, പൊട്ടാൻ കാരണം എന്തായിരിക്കാം. റാം അസമഞ്ജസ് മേ പെടുക, അസമഞ്ജസ് കൺഫ്യൂഷൻ, അദ്ദേഹത്തിന് എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന കാര്യം അദ്ദേഹം അറിയുന്നില്ല. അതായത് അസമഞ്ജസ് കൺഫ്യൂഷനിലായി അദ്ദേഹം. लगता है थोड़ी देर पहले यहाँ संघर्ष हुआ है, ലക്ഷ്മൺ ने कहा. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം മുമ്പ് ഇവിടെ എന്തോ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്, അത് സംഘർഷം ഉണ്ടായിട്ടുണ്ട്, അതായത് ഏറ്റുമുട്ടൽ എന്തോ നടന്നിട്ടുണ്ട്. ലക്ഷ്മൺ ने कहा यह पुष्पमाला वही है जिसे सीता ने वेणी में गूंथ रखा था. അപ്പോൾ ഈ പുഷ്പമാല അത് തന്നെയാണ് സീത എന്താണ് കോർത്തുകൊണ്ടിരുന്ന പുഷ്പമാലയാണ് ഇവിടെ വീണിരിക്കുന്നത്. നിശ്ചിത് തൗർ പർ സീത രാക്ഷസോം കെ ചങ്കുൽ മേ ഫസ് ഗയി ഹൈ. തീർച്ചയായിട്ടും അത് നിശ്ചിതമാണ്, സീത രാക്ഷസന്മാർ സീതയെ കുടുക്കിയിരിക്കുകയാണ്. യഹ് മാല സംഘർഷ് കെ ദൗറാൻ വേണി സെ ടൂട്ട്കർ ഗിരി ഹോഗി. ഇത് ഏറ്റുമുട്ടലിൻ്റെ ഇടയ്ക്ക് സീതയുടെ കയ്യിൽ നിന്നും വീണതായിരിക്കാം ഈ പുഷ്പമാല. पर यह रथ कैसे टूटा, राम सोचने लगे. सीता के संघर्ष से यह नहीं टूट सकता. अवश्य किसी ने राक्षसों को चुनौती दी होगी, उनसे युद्ध किया होगा. पर यह रथ कैसे टूटा, പക്ഷേ ഈ രഥം ഇങ്ങനെ നശിച്ചു. റാം സോച്ചനെ ലഗി, ശ്രീരാമൻ ഇങ്ങനെ ആലോചിച്ചു. സീത കെ സംഘർഷ സെ യഹ് നഹീ ടൂട്ട് സക്ത, സീത ഇങ്ങനെ ഏറ്റുമുട്ടുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. അവശ്യ കിസിനെ രാക്ഷസോം കോ ചുനൗത്തി ദി ഹോഗി. ഈ രാക്ഷസന്മാരെ ആരെങ്കിലും ചാലഞ്ച് ചെയ്തിട്ടുണ്ടാവും, ആ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തിട്ടുണ്ടാവും. ഉൻസെ യുദ്ധ കിയാ ഹോഗ എന്ന് ശ്രീരാമൻ പറയുകയാണ്. वहाँ से थोड़ी ही दूर राम ने पक्षीराज जटायु को देखा, पंख कटे हुए लहुलुहान. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അകലെ ശ്രീരാമൻ പക്ഷിരാജാവായ ജട്ടായുവിനെ കണ്ടു. ആ ചിറകുകൾ മുറിഞ്ഞിരുന്നു. ലഹുലുഹാൻ, അതായത് ചോര കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു, ചോര ഒലിയുകയായിരുന്നു. അന്തിം സാസെ ഗിൻതേ ഹുയി, അതായത് അന്തിമ ശ്വാസം വലിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം അടുത്തെത്തിയിരുന്നു. ഹേ രാജ്കുമാർ, सीता को रावण उठा ले गया, मेरे पंख उसी ने काटे. सीता का विलाप सुनकर मैंने रावण को चुनौती दी, उसका रथ तोड़ दिया, सारथी और घोड़ों को मार डाला, स्वयं रावण को घायल कर दिया, पर मैं सीता को नहीं बचा सका. रावण उन्हें लेकर दक्षिण पश्चिम दिशा की ओर उड़ गया. कहते कहते जटायु ने प्राण त्याग दिए. അങ്ങനെ ജട്ടായു ശ്രീരാമനോട് അവസാനമായിട്ട് പറയുകയാണ്, ഹേ രാജകുമാര, സീതാക്കോ രാവൺ ഉഠാലേക, സീതയെ രാവണൻ എടുത്തുകൊണ്ട് പോയി. മേരെ പങ്ക് ഹുസീനെ കാട്ടെ, എൻ്റെ ചിറകുകൾ രാവണനാണ് മുറിച്ചത്. സീതാക്ക വിലാപ് സുൻകർ മേനെ രാവൺ കോ ചുനൗത്തി ദി, സീതയുടെ ആ വിഷമകരമായിട്ടുള്ള ആ ശബ്ദം കേട്ട്, അതായത് സീത ഒച്ചത്തിൽ കരയുകയായിരുന്നു, സീതയുടെ കരച്ചിൽ കേട്ട് ഞാൻ രാവണനെ വെല്ലുവിളിച്ചു. ചുനൗത്തി ദി, ഉസ്കാ രഥ് തോട് ദിയ, ആ രഥം ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. സാരഥി ഓർ ഘോഡോം കോ മാർ ഡാല, സാരഥിയെയും കുതിരകളെയും ഞാൻ വധിച്ചു. സ്വയം രാവൺ കോ ഘായൽ കർ ദിയ, സ്വയം രാവണനെയും ഞാൻ മുറിവേൽപ്പിച്ചു. पर मैं सीता को नहीं बचा सका, പക്ഷേ എനിക്ക് സീതയെ രക്ഷിക്കാൻ സാധിച്ചില്ല. രാവൺ അവരെ സീതയെ എടുത്തുകൊണ്ട് ദക്ഷിൺ പശ്ചിം ദിശാക്കി ഓർ ഉടുകയെ, അപ്പോൾ
തെക്ക് പടിഞ്ഞാറ് ദിശയിലോട്ട് പറന്നുയർന്നു. कहते कहते जटायु ने प्राण त्याग दिया. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജടായു തൻ്റെ ജീവൻ ത്യജിക്കുകയാണ്, അതായത് പ്രാണൻ ത്യജിച്ചു. राम ने आगे बढ़ने से पहले जटायु की अंतिम क्रिया की. वे सोचते रहे, पछताते रहे, यह कैसा विधान है, मैं तो कष्ट में हूँ ही, मेरी सहायता करने वालों को भी इतना कष्ट. राम की आंखें नम हो आई. उन्होंने जटायु को अंतिम बार प्रणाम किया. അപ്പോൾ റാമിനെ ആകെ ബഡ്നെ സെ പെഹലെ, അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നതിന് മുമ്പ്, സീതയെ തേടി മുന്നോട്ട് നീങ്ങുന്നതിന് മുമ്പ് ജടായുവിൻ്റെ അന്തിമ ക്രിയകൾ ചെയ്തു. വി സോച്ച്തേ രഹേ, അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. പശ്ചാത്തേ രഹേ, അതിനെപ്പറ്റി ചിന്തിച്ചിങ്ങനെ പശ്ചാത്തപിച്ചു. യ കേസ വിധാൻ, ഇതെന്തൊരു വിധിയാണ്. എൻ്റെ മെത്തോ കഷ്ടമേ ഹൂഹി, എനിക്ക് കഷ്ടകാലം തന്നെയാണ്, പക്ഷെ എന്നെ സഹായിക്കാൻ വന്ന ആൾ, അതായത് മേരെ സഹായത കർണേ വാലോം കോ ഭി ഇത്നാ കഷ്ട, എന്നെ സഹായിക്കാൻ വന്നവർക്കും ഇത്രയും അധികം കഷ്ടമോ. റാം കി ആംഖേ നം ഹോ ഗയി, ശ്രീരാമൻ്റെ കണ്ണുകൾ നനഞ്ഞു, അതായത് അദ്ദേഹത്തിന് വിഷമം തോന്നി. ഉൻഹോനെ ജടായുക്കോ അന്തിം ബാർ പ്രണാം കിയ, അദ്ദേഹം ജടായുവിനെ അന്തിമമായിട്ട് പ്രണമിച്ചു. जटायु ने सीता के बारे में महत्वपूर्ण सूचना दी थी. रावण का नाम बताया, दिशा बताई, जिधर सीता को लेकर वह गया. राम जटायु की चिता के पास मौन खड़े थे. അപ്പോൾ ജടായു സീതയെ പറ്റിയുള്ള മഹത്വപൂർണ്ണമായിട്ടുള്ള സൂചനകളാണ് നൽകിയത്. അപ്പോൾ രാവണൻ്റെ പേര് പറഞ്ഞു, പിന്നെ ദിശ, ഏത് ദിശയിലോട്ടാണ് രാവണൻ സീതയെ കൊണ്ടുപോയത് എന്നും പറഞ്ഞു. അപ്പോൾ റാം ജടായുക്ക് ചിതാക്കെ പാസ് മോൻ ഖടേത്തി, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ശ്രീരാമൻ ഇങ്ങനെ ജടായുവിൻ്റെ ചിതയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു, നിശബ്ദനായിട്ട് മൗനം പാലിക്കുകയായിരുന്നു. മോൻ ഖടേത്തി. യഹ് സമയ വിലാപ് കർനെ കാ नहीं है, हमें तुरंत दक्षिण पश्चिम दिशा की ओर जाना चाहिए, सीता उधर ही होंगी. ഇപ്പോൾ ഈ സമയം ഞങ്ങൾ വിഷമിച്ചു കൊണ്ടിരിക്കേണ്ട സമയമല്ല. ഹമേ തുരന്ത്, ഉടനെ തന്നെ തെക്ക് പടിഞ്ഞാറൻ ദിശയിലോട്ട് പോകേണ്ടതായിട്ട് വരും. സീത ഉധർ ഹി ഹോങ്കി, സീത അവിടെ തന്നെ ഉണ്ടാകും എന്ന് ലക്ഷ്മണൻ താല്പര്യം കാണിച്ചു. आगे का मार्ग और कठिन था. राम और लक्ष्मण को लगभग हर दिन राक्षसी आक्रमणों से जूझना पड़ा. അപ്പോൾ മുമ്പിലുള്ള ആ വഴി, അതായത് അവർ പോയിക്കൊണ്ടിരുന്ന ആ വഴി അത്ര എളുപ്പമല്ലായിരുന്നു. റാം ഓർ ലക്ഷ്മൺ വളരെയധികം പ്രയാസമുള്ള യാത്രയായിരുന്നു അത്. റാം ഓർ ലക്ഷ്മൺ കോ ലഗ്ഭഗ് ഹർ ദിൻ, ഓരോ ദിവസവും ശ്രീരാമനും ലക്ഷ്മണനും ആ യാത്രക്കിടയിൽ രാക്ഷസി ആക്രമണവും സേ ജൂജ്നാപട, രാക്ഷസന്മാരുടെ ആക്രമണങ്ങളുമായിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. अनेक कठिनाइयाँ आई, കുറേ കഷ്ടപ്പാടുകൾ, കഠിനായിയാം ആയി, അവരോധ് മിലെ, വിഘ്നങ്ങൾ വന്നു. दोनों राजकुमार प्रत्येक बाधा पार करते चले गए. രണ്ട് രാജകുമാരന്മാരും ഓരോ ബാധകൾ, അതായത് ഓരോ വിഘ്നങ്ങളും ഇല്ലാതാക്കി എല്ലാം ഇല്ലാതാക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഉൻകെ സാമനെ ലക്ഷ്യ സ്പഷ്ടത, അവരുടെ മുന്നിൽ അവരുടെ ലക്ഷ്യം ക്ലിയർ ആയിരുന്നു, സ്പഷ്ടമായിരുന്നു. ദിശ തൈത്തി, ഏത് ദിശയിലോട്ടാണ് പോകേണ്ടത് എന്ന തീരുമാനവും അവർക്ക് ഉണ്ടായിരുന്നു. ഉനി കോയി നഹി റോക്ക് സക്താ താ, അവരെ ആർക്കും തടയാൻ സാധ്യമല്ലായിരുന്നു. വൻ മാർഗ് ജിത്ന കഠിൻ ഹോത്താ ഗയാ ഉൻകി ദൃഢത ബഡ്ത്തി ഗയി, ആ വനമാർഗം എത്രയധികം കഷ്ടപ്പാടുകൾ, അതായത് കഠിനമായോ അത്രയും ദൃഢതയോടെ അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. वनवासी राजकुमार प्रतिदिन सुबह उठते और दक्षिण दिशा की ओर चल पड़ते. അപ്പോൾ വനവാസിയായ രാജകുമാരന്മാർ പ്രതിദിൻ, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ദക്ഷിണ ദിശയിലോട്ട്, അതായത് തെക്ക് ദിശയിലോട്ട് നടന്നു നീങ്ങും. एक दिन यात्रा के प्रारंभ में ही एक विशाल काय राक्षस ने उन पर आक्रमण कर दिया. ഒരു ദിവസം യാത്ര തുടങ്ങുന്ന മുമ്പ്, അതായത് പ്രാരംഭേഹി, തുടക്കത്തിൽ തന്നെ ഒരു വിശാലകായനായ, അതായത് വളരെ വലിയൊരു രാക്ഷസൻ, വിശാലകായം, വളരെ വലിയൊരു ശരീരമുള്ള ഒരു രാക്ഷസൻ അവരെ ആക്രമൺ കർദിയ. ഉസ്കാ നാം കബന്ധ് था, ആ രാക്ഷസൻ്റെ പേര് കബന്ധ് എന്നായിരുന്നു. കബന്ധ് ദേഖ്നെ മേ ബഹുത് ഡറാവന था, പേടിപ്പിക്കുന്ന തരത്തിലുള്ള രൂപമായിരുന്നു കബന്ധിൻ്റെ. മോട്ടേ മാംസ പിണ്ട് ജൈസ,
അതായത് തടിച്ച ഒരു മാംസപിണ്ഡം പോലെയായിരുന്നു ആ ശരീരം, കബന്ധിൻ്റെ ശരീരം. ഗർദൻ നഹി താ, കഴുത്തില്ലായിരുന്നു. ഏക് ആങ്ക് തീ, ഒരു കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാന്ത് ബാഹർ നിക്ലേ ഹുവേ, പല്ലിങ്ങനെ പുറത്ത് തള്ളിയിരിക്കുകയായിരുന്നു. ജീബ് സാംപ് കി തര ലംബി ഓർ ലപ് ലപാത്തി ഹുയി, ആ നാക്കാണെങ്കിലോ പാമ്പിനെ പോലെ നീളമുള്ള, ലംബി ഓർ ലപ് ലപാത്തി, ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. राम लक्ष्मण को देखते ही कबंध प्रसन्न हो गया. उसने दोनों हाथ फैलाए, एक एक हाथ से दोनों भाइयों को पकड़कर हवा में उठा दिया. उसे मन मांगा आहार मिल गया था. बैठे बिठाए. അപ്പോൾ രാം ലക്ഷ്മണന്മാരെ കണ്ടിട്ട് കബന്ധ് പ്രസന്നനായി, സന്തോഷവാനായി. ഉസ്നെ ദോനോ ഹാത്ത് ഫെലായി, രണ്ട് കൈകളും ഇങ്ങനെ വിടർത്തി രണ്ട് പേരെയും, ഏക് ഏക് ഹാത്ത് മേ ഹാത്ത് സെ ദോനോ ഭായിയോങ്കോ, ഓരോ കയ്യിലും ഓരോ ഒരു കയ്യിൽ ശ്രീരാമനെയും മറ്റേ കയ്യിൽ ലക്ഷ്മണനെയും കൈകളിൽ എടുത്ത് ഭായിയോങ്കോ പക്കഡ്കർ ഹവാമേ ഉട്ടാദിയ, അങ്ങനെ എടുത്ത് കാറ്റിലോട്ട്, അതായത് എണീറ്റു. ഉസേ മൻ മാങ്ക ആഹാർ മിൽ ഗയാ ഥ, മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അങ്ങനെയുള്ള ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞിരുന്നു. അതും ബാഠേ ബിഠായെ, ഇരുന്നെടുത്ത് തന്നെ ഭക്ഷണം ലഭിച്ചിരുന്നു. വ അപ്നെ ശിക്കാർ കോ ഭുജാവോ മേ ലപേട്ട് കർ മുँह तक ले जाता. അപ്പോൾ വह अपने शिकार को भुजाओं में लपेट कर, इससे पहले ही राम लक्ष्मण ने अपनी तलवारें निकाली. അപ്പോൾ രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വായിലോട്ടിങ്ങനെ അവരെ കഴിക്കാനായിട്ട് പോകുന്നതും, ഇസെ പെഹലെ ഹി രാം ലക്ഷ്മണനെ അപ്നി തൽവാരെ നിക്കാലി, അപ്പോഴേക്കും രണ്ടുപേരും ശ്രീരാമനും ലക്ഷ്മണനും അവരവരുടെ വാളുകളെടുത്തു. ഏക് ഝട്കെ മേ കബന്ധ് കെ ഹാത്ത് കാട്ട് ദിയെ, ഒരു വെട്ടിന് തന്നെ കബന്ധിൻ്റെ കൈകൾ മുറിച്ചു കളഞ്ഞു. ഉസ്കെ ഹാത്ത് ധർത്തി പർ ഗിർ പടേ, കൈകൾ ഭൂമിയിലോട്ട് പതിഞ്ഞു. കബന്ധ് ഉൻകി ശക്തി ഓർ ബുദ്ധി പർ ആശ്ചര്യചകിത് രഹ ഗയ, കബന്ധ് അവരുടെ ശക്തിയെയും ബുദ്ധിയെയും പറ്റി ഇങ്ങനെ ആശ്ചര്യചകിതനായി. കോൻ ഹോ തും ദോനോ, ഉസ്നെ പൂച്ച, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഹം അയോധ്യ കെ മഹാരാജ് ദശരഥ് കെ പുത്ര ഹേ രാം ഓർ ലക്ഷ്മൺ, ഞങ്ങൾ അയോധ്യയിലെ മഹാരാജാവ് ദശരഥിൻ്റെ പുത്രന്മാരാണ്, രാമനും ലക്ഷ്മണനും. रावण ने राम की पत्नी सीता का हरण कर लिया है, हम उन्हीं की खोज में निकले हैं. രാവണൻ ശ്രീരാമൻ്റെ പത്നി സീതയെ അതായത് അപഹരിച്ചിരിക്കുന്നു. ഹം ഉനീക്കി ഖോജ് മേ നിക്ലെ ഹെ, സീതയെ തേടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. राक्षस कबंध ने राम के बारे में सुन रखा था, साक्षात उन्हें देखकर प्रसन्न हो गया. അപ്പോൾ രാക്ഷസ് കബന്ധ് ശ്രീരാമനെ പറ്റി കേട്ടിരുന്നു. സാക്ഷാത് ഉനെ ദേക്കർ, അതായത് തൻ്റെ മുന്നിൽ ശ്രീരാമനെ കണ്ട്, ദേക്കർ പ്രസന്ന ഹോ ഗയ, അപ്പോൾ കബന്ധ് വളരെയധികം പ്രസന്നനായി ശ്രീരാമനെ തൻ്റെ മുന്നിൽ കണ്ടിട്ട്. उसने कहा मैं सीता के संबंध में कुछ नहीं जानता, लेकिन तुम दोनों की सहायता का उपाय बता सकता हूँ. मेरा एक छोटा सा आग्रह स्वीकार करो तो मेरा अंतिम संस्कार राम करे. അപ്പോൾ मैं सीता के संबंध में कुछ नहीं जानता, എനിക്ക് സീതയെ പറ്റി ഒന്നും അറിയത്തില്ല, പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും രണ്ടുപേർക്കും ഞാൻ സഹായിക്കാം. സഹായത്താക്ക ഉപായ് ബത്താ സക്താ ഹൂँ, നിങ്ങൾ രണ്ടുപേരെയും സഹായിക്കാനുള്ള ഉപായം ഞാൻ പറഞ്ഞു നൽകാം. मेरा एक छोटा सा आग्रह, എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം സ്വീകരിക്കുക. എൻ്റെ അന്തിമ സംസ്കാർ, എൻ്റെ അന്തിമ കൃത്യങ്ങൾ ശ്രീരാമൻ വഹിക്കണം. राम ने इस पर सहमति व्यक्त की तो कबंध बोला, आप दोनों पंपा सरोवर के निकट ऋष्यमुख पर्वत पर जाएं. वहाँ वानर राज सुग्रीव का क्षेत्र है, वे निर्वासित जीवन व्यतीत कर रहे हैं. सुग्रीव से मदद का आग्रह कीजिए, उनके पास बहुत बड़ी वानर सेना है. सुग्रीव के वानर सीता को अवश्य खोज निकालेंगे. അങ്ങനെ ശ്രീരാമൻ ഇതിന് എന്താണ് സമ്മതിക്കുന്നത്, അതായത് സഹമതി വ്യക്തക്കി, എഗ്രി ചെയ്യുക അല്ലേ, സഹമതി വ്യക്ത് കർണ എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്തു. അപ്പോൾ അബ് ദോനോ പമ്പ സരോവർ കെ നിക്കട്ട് ഋഷ്യമുഖ് പർവ്വത് പർ ജായേ, അപ്പോൾ കബന്ധ് പറയുകയാണ് രണ്ടുപേരോടുമായിട്ട്, രണ്ടുപേരും പമ്പ സരോവരത്തിൻ്റെ അടുത്ത് അവിടെ ഒരു ഋഷ്യമുഖ പർവ്വതമുണ്ട്, അവിടെ വാനര രാജാവ് സുഗ്രീവൻ ഉള്ള സ്ഥലമാണ് ആ ഏരിയ. അപ്പോൾ നിർവാസിത് ജീവൻ വ്യତୀത് കർ രഹേ ഹൈ, അദ്ദേഹം കൊട്ടാരത്തിൽ അല്ല താമസിക്കുന്നത്, അതായത് കൊട്ടാരത്തിൽ
നിന്നും പുറത്താക്കപ്പെട്ട അതായത് ഒരു ജീവിതമാണ്. നിർവാസിത് ജീവൻ വ്യतीत कर रहे हैं. അപ്പോൾ സുഗ്രീവ് से मदद का आग्रह कीजिए. അപ്പോൾ സുഗ്രീവൻ്റെ അടുത്ത് എന്താണ് സഹായം അഭ്യർത്ഥിക്കുക. ഉൻകെ പാസ് ബഹുത് ബഡി വാനർ സേനായ, അദ്ദേഹത്തിൻ്റെ പക്കൽ വളരെ വലിയൊരു വാനര സൈന്യമുണ്ട്. സുഗ്രീവ് കെ വാനർ സീതാക്കോ അവശ്യ ഖോജ് നിക്കാലെങ്കി, സുഗ്രീവൻ്റെ വാനരന്മാർ സീതയെ തീർച്ചയായും അവർ തേടി കൊണ്ടുവരും. ഖോജ് നിക്കാലെങ്കി. കബന്ധ് കി സാസ് ടൂട്ട്നെ ലഗി थी, ഉസ്കാ അന്ത് നികട്ട് था. അപ്പോൾ കബന്ധിൻ്റെ ശ്വാസം, അന്തിമ ശ്വാസം വലിക്കുകയായിരുന്നു. സാസ് ടൂട്ട്നെ ലഗി थी, അതായത് ശ്വാസം നിലച്ചു പോകാൻ തുടങ്ങിയിരുന്നു. ഉസ്കാ അന്ത് നികട്ട് था, അപ്പോൾ അന്ത്യം അടുത്ത് വന്നിരുന്നു. राम और लक्ष्मण को अपने निकट बुलाते हुए उसने कहा, पंपा सरोवर के पास मतंग ऋषि का आश्रम है, वहीं उनकी शिष्या शबरी रहती है. आगे जाने से पूर्व शबरी से अवश्य मिल ले. അപ്പോൾ എന്താണ് അപ്നെ നിക്കട്ട് ബുലാത്തെ ഹുയെ, അതിനുശേഷം കബന്ധ് ശ്രീരാമനെ തൻ്റെ പക്കൽ വിളിച്ചിട്ട് പറയുകയാണ്, പമ്പ സരോവരത്തിൻ്റെ അടുത്ത് മതംഗ് ഋഷിയുടെ ആശ്രമമുണ്ട്, അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യയുണ്ട്, ശബരി എന്നാണ് പേര്. ആകെ ജാനേസെ പൂർവ്വ ശബരി സെ അവശ്യമില്ലേ, മുന്നോട്ട് നീങ്ങുന്നതിന് മുമ്പ് ശബരിയെ തീർച്ചയായിട്ടും കാണണം. യഹി ബോൽത്തെ ബോൽത്തെ കബന്ധനെ പ്രാൺ ത്യാഗ് ദിയേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കബന്ധ് തൻ്റെ ജീവിതം അവസാനിച്ചു, അതായത് പ്രാൺ ത്യാഗ് ദിയെ, പ്രാണൻ ത്യജിച്ചു. राम ने अपना वचन पूरा करते हुए उसका अंतिम संस्कार किया और पंपासर की ओर चल पड़े. ശ്രീരാമൻ തൻ്റെ വചനം പാലിച്ചു. ഉസ്ക അന്തിം സംസ്കാർ, കബന്ധിൻ്റെ അന്തിമ സംസ്കാരം ചെയ്യുകയും പമ്പാസരത്തിലോട്ട് നടന്ന് നീങ്ങുകയും ചെയ്തു. കബന്ധ് കി ബാത്തോം സേ രാം കോ ബഹുത് ഢാണ്ഡസ് ഹുവ. കബന്ധിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമന് വളരെയധികം ആശ്വാസം ലഭിച്ചു, ധൈര്യം ലഭിച്ചു. സീത തക് പहुंचने ആശ ബലവത്തി ഹുയി. അപ്പോൾ സീതയുടെ പക്കൽ എത്താനുള്ള ആ ഒരു ആഗ്രഹം അത് ബലം പ്രാപിച്ചു, അതായത് അത് നടക്കും എന്നത് തീർച്ചയായി. राम को सुग्रीव की क्षमता और उसकी वानर सेना की शक्ति का पता था. ശ്രീരാമന് സുഗ്രീവൻ്റെ ആ കഴിവ്, ക്ഷമത, और उनकी വാനർ സേന की ശക്തി, ആ വാനര സൈന്യത്തിൻ്റെ ആ ശക്തിയെ പറ്റിയും അറിയാമായിരുന്നു ശ്രീരാമന്. വി ജൽദി സുഗ്രീവ് തക് പहुंचना चाहते थे. അദ്ദേഹം എങ്ങനെയെങ്കിലും സുഗ്രീവൻ്റെ പക്കൽ എത്തണം എന്നതായിരുന്നു ശ്രീരാമൻ്റെ ആഗ്രഹം. ऋष्यमुख पर्वत का रास्ता पंपा सरोवर होकर जाता था. पंपासर का प्राकृतिक सौंदर्य अद्भुत था. അപ്പോൾ മതംഗ് ഋഷി കാ ആശ്രം ഉസി സരോവർ കെ കിനാരെ ഥ. അപ്പോൾ ഋഷിമുഖ് പർവ്വതത്തിൻ്റെ ആ വഴി പമ്പാ സരോവരം കടന്നിട്ടായിരുന്നു എത്തേണ്ടിയിരുന്നത്. പമ്പാസർ കാ പ്രാകൃതിക് സൗന്ദര്യം അദ്ഭുത, അതിൻ്റെ ആ പ്രാകൃതിക സൗന്ദര്യം അത്ഭുതകരമായിരുന്നു. മതംഗ് ഋഷിയുടെ ആശ്രമം അതേ സരോവരത്തിൻ്റെ, അതായത് പമ്പാ സരോവരത്തിൻ്റെ തന്നെ തീരത്തായിരുന്നു. ലതാ കുഞ്ച് സെ ഘിരാ ഹുവ, വൃക്ഷലതാദികൾ കൊണ്ട്, ലതകളുടെ കൂട്ടമായിരുന്നു അവിടെ, ഈ ചെടികളുടെയൊക്കെ കൂട്ടം. അപ്പോൾ ചെടികൾ ഇങ്ങനെ വൃക്ഷലതാദികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ആ സ്ഥലം. സരോവർ കാ പാനി മീഠാ താ, സരോവരത്തിൻ്റെ ജലം വളരെയധികം മധുരമുള്ളതായിരുന്നു. ശബരിക്ക് കുട്ടിയ ആശ്രമേത്തി, അപ്പോൾ ശബരിയുടെ ആ കുട്ടിയ ആശ്രമത്തിൽ ഉള്ളിൽ, അതായത് മതംഗ് ഋഷിയുടെ ആശ്രമത്തിൽ തന്നെയായിരുന്നു. ഋഷിക്ക് ശിഷ്യാത്തി, മതംഗ് ഋഷിയുടെ ശിഷ്യയായിരുന്നു. ഉസ്കി ആയു ബഹുത് ഹോ ഗയി തി, ആയു അതായത് നല്ല പ്രായമുണ്ടായിരുന്നു. ജർജർ കായ, അതായത് ബലമില്ലാത്ത തരത്തിലുള്ള കായ, ശരീരം. ലേക്കിൻ ആംഖേ ഠീക് തി, പക്ഷെ കണ്ണുകൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഹർ പൽ രാം കി പ്രതീക്ഷാമേ ഖുലി ഹുയി, എപ്പോഴും ഏത് നിമിഷവും ശ്രീരാമനെ കാണണം എന്ന ആ പ്രതീക്ഷയിൽ കണ്ണുകൾ എപ്പോഴും തുറന്നിരുന്നു, അതായത് കണ്ണുകൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു, ശ്രീരാമനെയും കാത്ത്. ഋഷിനെ ഉസെ ബത്തായാ താ കി ഏക് ദിൻ രാം ആശ്രം മേ അവശ്യ ആയെങ്കെ और उससे मिलेंगे. അപ്പോൾ ഒരിക്കൽ മതംഗ് ഋഷി ശബരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീരാമൻ ആശ്രമത്തിൽ തീർച്ചയായും ഒരിക്കൽ എത്തും, और उससे मिलेंगे. ആ സമയത്ത് ശബരിയെ കാണാനായിട്ട് ശ്രീരാമൻ അവിടെ എത്തിച്ചേരും എന്ന് ഒരിക്കൽ മതംഗ് ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശബരി കണ്ണ് നട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ശ്രീരാമനെ കാണാനായിട്ട്. राम को आश्रम में देखकर शबरी बहुत प्रसन्न हुई, उनकी आवभगत की सेवा की. അപ്പോൾ ശ്രീരാമനെ ആശ്രമത്തിൽ കണ്ടതും ശബരി വളരെയധികം പ്രസന്നയായി അദ്ദേഹത്തെ വെൽക്കം ചെയ്തു,
സ്വാഗതം ചെയ്തു, സേവ ചെയ്തു. ഖാനെ കോ മീഠേ ഫൽ ദിയെ, മധുരമായിട്ടുള്ള മധുരമായിട്ടുള്ള ഫ്രൂട്ട്സ് നൽകി, താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നു. പിന്നെ ഉസ്കി ആഖേ തൃപ്ത് ഹോഗി, ശബരിയുടെ കണ്ണുകൾക്ക് തൃപ്തി ലഭിച്ചു, അതായത് കണ്ണുകൾക്ക് ആശ്വാസമായി. റാംനെ ഉസ്സെ സീതാക്കെ സംബന്ധ പേ പൂച്ച, ശ്രീരാമൻ സീതയെപ്പറ്റി അന്വേഷിച്ചു ശബരിയോട്. ആപ് സുഗ്രീവ് സെ മിത്രത കരിയെ, സീത की खोज में वह अवश्य सहायक होगा, उसके पास विलक्षण शक्ति वाले बंदर हैं. ആപ് സുഗ്രീവ് സെ മിത്രത കരിയെ എന്നാണ് പറഞ്ഞത്. സുഗ്രീവുമായിട്ട് മിത്രത ഉണ്ടാക്കുക, അതായത് സീത की खोज में वह अवश्य सहायक होगा, സുഗ്രീവ് തീർച്ചയായും താങ്കളെ സഹായിക്കും. ഉസ്കെ പാസ് വിലക്ഷൺ ശക്തി വാലെ ബന്ദർ ഹേ, ഉസ്കെ പാസ് വിലക്ഷൺ നല്ല ഗുണങ്ങളോട് കൂടിയ വാനരന്മാരുണ്ട്, നല്ല കഴിവുള്ള വാനരന്മാരുണ്ട് സുഗ്രീവൻ്റെ പക്കൽ. അപ്പോൾ ശബരിനെ റാം കോ ആശ്വസ്തക്കി, അങ്ങനെ പറഞ്ഞ് ശബരി ശ്രീരാമനെ ആശ്വസിപ്പിച്ചു. അഗ്ലേ ദിൻ രാം ഋഷിമുഖ് പർവ്വത് ചലേ ഗയേ, അടുത്ത ദിവസം തന്നെ ശ്രീരാമൻ ഋഷിമുഖ് പർവ്വതത്തിലോട്ട് നടന്നു നീങ്ങി. ഉൻകി വ്യാകുലത അബ് ഓർ ഘട്ട് ഗയി ഥി, മൻ കി ശാന്തി ലോട്ട് ആയി ഥി. അദ്ദേഹത്തിൻ്റെ ആ വ്യാകുലത, അതായത് ആകുലത എന്താണ്, ആങ്സൈറ്റി, അത് കുറഞ്ഞിരുന്നു. ഘട്ട് ഗയി ഥി, മൻ കി ശാന്തി ലോട്ട് ആയി ഥി, മനസ്സിൻ്റെ ആ സമാധാനം തിരിച്ചു വന്നിരുന്നു. അദ്ദേഹത്തിന് എന്താണ്, സുഗ്രീവൻ സഹായിക്കും എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിന് ശാന്തി തിരിച്ചു വന്നിരുന്നു. മായാജാലം കൊണ്ട് സ്വർണ്ണ നിറത്തിലുള്ള മാനായിട്ട് മാറുകയായിരുന്നു മാരീച്ചൻ. അങ്ങനെ മാരീച്ചൻ വധിക്കപ്പെടുമ്പോഴാണ് ശ്രീരാമനത് മനസ്സിലാകുന്നത്. അപ്പോൾ ശ്രീരാമൻ ഭയഭീതനാകുന്നു. സീതയെ ഒറ്റയ്ക്കെങ്ങാനും ആക്കി ലക്ഷ്മണൻ തന്നെ തേടി ഇറങ്ങുമോ എന്നൊരു ഭയമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ അത് ഓർത്തുകൊണ്ട് അദ്ദേഹം വേഗത്തിൽ നടന്ന് മടങ്ങുകയായിരുന്നു പർണക്കുട്ടിയിലോട്ട്. ആ സമയത്ത് ലക്ഷ്മണൻ അദ്ദേഹത്തിൻ്റെ പക്കൽ ഓടി വരുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്, അതായത് പകടണ്ടിയിലൂടെ. അദ്ദേഹം വളരെയധികം ക്രോധിതനാകുന്നു. കാരണം അദ്ദേഹം ആജ്ഞ നൽകിയിരുന്നു, സീതയെ ഒറ്റയ്ക്ക് ആക്കി വരരുത്, അതായത് സംരക്ഷണത്തിൽ ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ടാണ് ശ്രീരാമൻ മാനിനെ തേടി ഇറങ്ങിയത്. അതുകൊണ്ട് ലക്ഷ്മണനെ ഒറ്റയ്ക്ക് അവിടെ കണ്ടിട്ട് ശ്രീരാമൻ വളരെയധികം ക്രോധിതനാകുന്നു. ലക്ഷ്മണൻ ശ്രീരാമനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, താൻ വിവശനായതാണ്. ലക്ഷ്മണന് സ്വയം അറിയാമായിരുന്നു ശ്രീരാമന് ഒരു ആപത്തും സംഭവിച്ചു കാണില്ല എന്ന് വിശ്വാസമായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം സീതയുടെ വാക്കുകൾ കേട്ട് വിവശനായിട്ട് ഇറങ്ങിയതാണ് ശ്രീരാമനെ തേടി എന്ന് ലക്ഷ്മണൻ പറഞ്ഞ് മനസ്സിലാക്കുന്നു ശ്രീരാമനെ. അങ്ങനെ പറയുകയാണ് ശ്രീരാമൻ്റെ അടുത്ത്, താങ്കളുടെ ആജ്ഞ എനിക്ക് ലംഘിക്കേണ്ടതായിട്ട് വന്നു. സീത തന്നെ വിവശനാക്കിയിരുന്നു, താങ്കളെ തേടി ഇറങ്ങണം എന്ന കാര്യം കൊണ്ട്. അങ്ങനെ രണ്ടുപേരും സീതയെപ്പറ്റി ഓർത്ത് ഭയഭീതരാകുകയാണ്. അങ്ങനെ രണ്ടുപേരും പർണക്കുട്ടിയിലോട്ട് മടങ്ങുകയാണ് സീതയെ തേടി. അങ്ങനെ ശ്രീരാമൻ പർണക്കുട്ടിയിലെത്തിയതും സീതയെ ഒച്ചത്തിൽ വിളിക്കുകയാണ്. തും കഹാ ഹോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷേ അവിടെ നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വളരെയധികം വ്യാകുലനാകുന്നു, അദ്ദേഹം അസ്വസ്ഥനാകുന്നു. അദ്ദേഹത്തിന് തോന്നുകയാണ് സീത തന്നെ പറ്റിക്കുകയാണ്, സീത അവിടെ മരത്തിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുകയാണ് തന്നെ കളിപ്പിക്കാനായിട്ട് എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങുന്നു. അതായത് സൂദ്ബുദ് ഖോ ജാത്തെ, അദ്ദേഹത്തിന് ആ പരിസ്ഥിതി ബോധം ഇല്ലാത്തതുപോലെ ആകുന്നു. കാരണം സീതയുടെ വിരഹദുഃഖം അദ്ദേഹത്തിന് സഹിക്കാൻ ആകുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ശ്രീരാമൻ്റെ ഈ സ്ഥിതി കണ്ടിട്ട് ലക്ഷ്മണൻ വളരെയധികം ദുഃഖിതനായിട്ട് ശ്രീരാമനെ ഉപദേശിക്കുന്നു, ധൈര്യം സംഭരിക്കാനായിട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. ആ ഇടയ്ക്ക് തന്നെ കുറച്ച് മാനുകളുടെ കൂട്ടം അവിടെ എത്തിച്ചേരുന്നു. ശ്രീരാമൻ മാനുകൾക്ക് അറിയാം സീത എവിടെയാണ് എന്ന അറിവ് അവർക്കുണ്ടാകും എന്ന ഉറപ്പോടെ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ സീതയെ കണ്ടോ എന്ന്. അപ്പോൾ ആ മൃഗങ്ങൾ, അതായത് മാനുകൾ ആകാശത്ത് നോക്കുകയും പിന്നെ തെക്ക് ദിശയിലോട്ട് ഓടിമറയുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീരാമന് മനസ്സിലാകുന്നു തെക്ക് ദിശയിലോട്ടാണ് സീത പോയിരിക്കുന്നത് എന്ന്. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും സീതയെ തേടി തെക്ക് ദിശയിലോട്ട് യാത്രയാകുന്നു.
അങ്ങനെ തെക്ക് ദിശയിലോട്ടുള്ള യാത്രക്കിടയിൽ അവർ പക്ഷിരാജാവായ ജട്ടായുവിനെ കാണുന്നു. ജട്ടായുവിൻ്റെ ചിറകുകൾ മുറിഞ്ഞിരുന്നു. ആ ജട്ടായു എല്ലാ കാര്യങ്ങളും, അതായത് രാവണൻ സീതയെ കൊണ്ടുപോയ കാര്യവും പിന്നെ ഏത് ദിശയിലോട്ടാണ് കൊണ്ടുപോയത് എന്ന കാര്യവുമെല്ലാം, തൻ്റെ ചിറകുകൾ എങ്ങനെയാണോ രാവണൻ മുറിച്ചത്, അത് എല്ലാ കാര്യങ്ങളും ജട്ടായു ശ്രീരാമനെ അറിയിക്കുന്നു. അങ്ങനെ ജട്ടായു തൻ്റെ അന്തിമ ശ്വാസം വലിക്കുന്നു, അതായത് അന്ത്യമാകുന്നു, തൻ്റെ പ്രാണൻ ത്യജിക്കുന്നു ജട്ടായു. അപ്പോൾ ശ്രീരാമൻ ജട്ടായുവിൻ്റെ അന്തിമ കൃത്യങ്ങളെല്ലാം നടത്തി അവിടെ നിന്നും തെക്ക് ദിശയിലോട്ട് നീങ്ങുകയാണ്, അതായത് തെക്ക് പടിഞ്ഞാറൻ ദിശയിലോട്ട്. രാവണൻ തെക്ക് പടിഞ്ഞാറൻ ദിശയിലോട്ടാണ് സീതയെ കൊണ്ടുപോയത് എന്ന് ജട്ടായുവിൽ നിന്നും മനസ്സിലാകുന്നു. അങ്ങനെ തെക്ക് പടിഞ്ഞാറൻ ദിശയിലോട്ട് യാത്രയാവുകയാണ് ശ്രീരാമനും ലക്ഷ്മണനും. സീതയെ തേടിയുള്ള അവരുടെ യാത്രക്കിടയിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരുന്നു. അതായത് രാക്ഷസന്മാർ എല്ലാ യാത്രക്കിടയിലും രാക്ഷസന്മാരുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഒരു ദിവസം അതിരാവിലെ യാത്ര തുടരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഒരു രാക്ഷസനുമായിട്ട് ഏറ്റുമുട്ടേണ്ടതായിട്ട് വരുന്നു. അതായത് കബന്ധ രാക്ഷസനായിരുന്നു അത്. കബന്ധ രാക്ഷസൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും തൻ്റെ കൈകളിൽ ഉയർത്തി കഴിക്കാൻ തുടങ്ങിയതും ശ്രീരാമനും ലക്ഷ്മണനും കബന്ധ രാക്ഷസൻ്റെ കൈകൾ മുറിച്ചു കളയുന്നു. അങ്ങനെ കബന്ധ രാക്ഷസൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും കഴിക്കാൻ ഉതകുന്നതും ശ്രീരാമനും ലക്ഷ്മണനും അവരുടെ വാളുയർത്തി രണ്ട് കൈകളും, കബന്ധ രാക്ഷസൻ്റെ രണ്ട് കൈകളും വെട്ടി മുറിക്കുന്നു. അങ്ങനെ അവരുടെ ശക്തിയെപ്പറ്റി മനസ്സിലാക്കിയ കബന്ധ രാക്ഷസൻ അവരാരാണെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനുമാണ് എന്ന് അറിഞ്ഞതും അദ്ദേഹം അവരോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ സീതാപഹരണത്തെപ്പറ്റി കേട്ടതും കബന്ധ രാക്ഷസൻ സുഗ്രീവനെ പറ്റി ശ്രീരാമനോട് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് തൻ്റെ ആഗ്രഹം പറയുന്നു. ഋഷ്യമൂക്ക് പർവ്വതത്തിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഋഷിയുടെ ആശ്രമമുണ്ട്, മതംഗ ഋഷിയുടെ ആശ്രമമുണ്ട്. അവിടെ ശബരി എന്ന ശിഷ്യയുണ്ട്. ആ ശബരി എന്ന ശിഷ്യ താങ്കളെ കാത്തിരിക്കുകയാണ് വർഷങ്ങളായിട്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കബന്ധ രാക്ഷസൻ തൻ്റെ പ്രാണൻ വെടിയുന്നു. ശ്രീരാമൻ കബന്ധ രാക്ഷസൻ്റെ അന്തിമ സംസ്കാരം നടത്തി ഋഷ്യമൂക്ക പർവ്വതത്തിലോട്ടുള്ള യാത്ര തൻ്റെ തുടരുകയാണ്. അങ്ങനെ അവർ മതംഗ ഋഷിയുടെ ആശ്രമത്തിൽ, അതായത് ശബരിയെ കാണാനായിട്ട് അവരെത്തിച്ചേരുന്നു. ശബരി അവരെ വളരെയധികം നല്ല രീതിയിൽ, അതായത് അവരെ സേവിക്കുന്നു, അവരെ സ്വാഗതം ചെയ്ത് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുന്നു. അങ്ങനെ ശബരി പറഞ്ഞതു പ്രകാരം അങ്ങനെ സുഗ്രീവനെ കാണാനായിട്ട്, അതായത് സുഗ്രീവ് തൻ്റെ സൈന്യത്തിൻ്റെ സഹായത്തോടെ സീതയെ തീർച്ചയായും തേടാൻ സഹായിക്കും എന്ന കാര്യം ശബരി അവരെ അറിയിക്കുകയാണ്. അങ്ങനെ ഋഷ്യമൂക്ക് പർവ്വതത്തിലോട്ട് അവർ സുഗ്രീവനെ തേടി യാത്രയാവുകയാണ്. ആശങ്ക എന്ന് പറഞ്ഞാൽ ഡർ, ഭയം. കട്ടു എന്ന് പറഞ്ഞാൽ കടുവി, കൈപ്പുള്ള വചനങ്ങൾ. കട്ടാക്ഷ് എന്ന് പറഞ്ഞാൽ താനാ മാറണ, കുത്തുവാക്കുകൾ പറയുക. അസഹനീയ എന്ന് പറഞ്ഞാൽ സഹന കരണ യോഗ്യ, സഹിക്കാൻ സാധിക്കാത്തത്രയും. വിക്ഷിപ്ത് എന്ന് പറഞ്ഞാൽ പാകൽ, അതായത് അസ്വസ്ഥനായിരിക്കുക. പിന്നെന്താണ് അവരോധ് എന്ന് പറഞ്ഞാൽ ബാധായും, വിഘ്നങ്ങൾ. പരിഹാസം എന്ന് പറഞ്ഞാൽ കളിയും ചിരിയും ഒക്കെ, ഹസി മസാക്ക്. പ്രയോജനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം, എന്താണോ എയിം അല്ലെങ്കിൽ എന്താണോ പ്രയോജനം. നിർവാസിത് സ്വദേശ് സെ നിക്കാലാ ഗയ, അതായത് സ്വന്തം രാജ്യത്തിൽ നിന്നും ഇറക്കി വിട്ടവൻ, അതായത് നിർവാസിത്ത്. ജർജർ എന്ന് പറഞ്ഞാൽ ടൂട്ടാ ഫൂട്ട, ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത്. കായ എന്ന് പറഞ്ഞാൽ ശരീരം. തൃപ്ത് എന്ന് പറഞ്ഞാൽ സന്തുഷ്ട ഹോന, തൃപ്തികരമാകുക, സന്തുഷ്ടനാകുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്